രാം നാരായൺ രാം. സമസ്യകൾക്ക് പരിഹാരം എങ്ങനെ കണ്ടെത്താം? ആകാശത്തിലെ സൂര്യനു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അവന് വിശപ്പോ ദുഃഖമോ ഉണ്ടോ? അവൻ മനുഷ്യനുപോലെ മനസ്സറിഞ്ഞു പ്രവർത്തിക്കില്ല. ഭൂമിയിൽ ഒരാൾക്ക് അധികാരം ലഭിച്ചാൽ അവൻ സ്വന്തം ഇഷ്ടാനുസൃതമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഭാരത സർക്കാർ ഏർപ്പെടുത്തിയ ഭരണഘടന ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രകൃതിയുടെ ഭരണഘടന ഭൂമിയിൽ നടപ്പാക്കപ്പെട്ടിട്ടില്ല. പ്രകൃതിയിൽ നിന്നാണ് മനുഷ്യൻ ഉരുത്തിരിഞ്ഞത്. അവൻ അതിനാൽ ജീവിക്കുന്നു. പ്രകൃതിയിലാണ് എല്ലാം. പക്ഷേ മനുഷ്യൻ അതിനെ ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടാനുസൃത നിയമങ്ങൾ നിർമ്മിക്കുകയാണ്. മനുഷ്യനു സ്വന്തം നിയമങ്ങളും മതങ്ങളും ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ അവൻ പ്രകൃതിയുടെ നിയമം അനുസരിച്ചാൽ എല്ലാം ഉത്തമമാകും. ഭൂമിയിൽ ദൈവം ഉണ്ടെങ്കിൽ ഇവിടെ 400 കോടിയിലധികം മതങ്ങൾ എവിടെ നിന്നാണ് രൂപം കൊണ്ടത്? ആലോചിക്കേണ്ട വിഷയമാണിത്. ഭൂമിയിൽ ആദ്യം ആരെത്തി? അല്ലാഹോ, ഭഗവാനോ, അല്ലെങ്കിൽ മനുഷ്യനോ? നിങ്ങളെ സൃഷ്ടിച്ചതിനോടുള്ള ബഹുമാനമാണ് പ്രധാനം. ഭൂമിയിൽ വൃക്ഷങ്ങളുമില്ലെങ്കിൽ മനുഷ്യൻ ശ്വാസോച്ഛ്വാസം എങ്ങനെ നടത്തും? മരങ്ങളാണല്ലോ മനുഷ്യന്റെ ജീവന്റെ അടിസ്ഥാന കാരണമെന്നാണ്. ഇപ്പോൾ ഭൂമിയിൽ ഒരു വലിയ രാജ്യം ഒരു ചെറു രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കുന്നു. എന്നാൽ ആരും അവരെ യുദ്ധം ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നില്ല. പ്രകൃതിയുടെ നിയമങ്ങൾ എല്ലാവരും പാലിക്കണം. ഭരണഘടനയെക്കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ അറിയില്ല. അടിസ്ഥാന അവകാശങ്ങൾ അറിയാതെ അവരെ ഉയർന്ന താഴ്ന്നവരായി, ദരിദ്രധനികർ ആയി വേർതിരിച്ചു. എന്നാൽ എല്ലാവർക്കും ആകാശം ഒരു മാതാപിതാവാണ്. രാഷ്ട്രീയ പാർട്ടികൾ മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നു. രാഷ്ട്രീയവും മതവും ജനങ്ങളെ വേർതിരിച്ചിരിക്കുന്നു. ജനങ്ങൾ എന്താണ് ശരി, എന്താണ് തെറ്റ് എന്നതിൽ ആകുലരാണ്. മതനേതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ടെങ്കിലും അവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. അവർ ത്യാഗബോധത്തോടെ ജനങ്ങളെ സഹായിക്കണം. പക്ഷേ അതിനായി അവർ തയ്യാറല്ല. വ്യക്തിഗത സ്വത്തുക്കളെ പ്രോത്സാഹിപ്പിക്കുന്നത് മതമല്ല. വ്യക്തിപരമായ സ്വത്തുക്കൾ നിലനിൽക്കുന്നിടത്ത് ഭൂമിക്ക് നല്ലതൊന്നും ഉണ്ടാകില്ല. മനുഷ്യൻ ഭൂമിയുടെ അകമ്പടിയിലാണ്. 4000 വർഷങ്ങൾക്ക് മുൻപ് മതമൊന്നുമില്ലായിരുന്നു. പുരാതന കാലത്ത് ഓരോ മനുഷ്യനും കർമ്മം തന്നെയാണ് നമ്മുടെ ധർമ്മം എന്ന് വിശ്വസിച്ചിരുന്നു. ഏത് മതഗ്രന്ഥം എടുത്തു നോക്കിയാലും ഇത് വ്യക്തമാണ്. നമ്മുടെ മഹാഗുരു ബാലക ബ്രഹ്മചാരിജി പറയുന്നു, കർമ്മം മനുഷ്യൻ ചെയ്യുന്നില്ല, സൃഷ്ടിയാണ് അതിനെ നിർവഹിക്കുന്നത്. നമ്മുടെ ജന്മം തന്നെ ആകാശത്തിലും പ്രകൃതിയിലുമാണ്. നാം ഇവയിൽ നിന്നാണ് ജനിച്ചത്. ഇന്ന് മനുഷ്യന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പ്രകൃതിയും ആകാശവുമാണ് നൽകിയിരിക്കുന്നത്. ആകാശം, ഭൂമി, ജലം, വായു, ഊർജം, ഈ 5 മൂലതത്വങ്ങളിൽ നിന്ന് എല്ലാം രൂപം കൊണ്ടിരിക്കുന്നു. ഇതൊന്നുമില്ലെങ്കിൽ നാം ശ്വസിക്കുമോ, ജീവിക്കുമോ? അതിനാൽ കർമ്മം എന്നത് പ്രകൃതിയിലൂടെ നടക്കുന്നു. മനുഷ്യൻ ചിന്തിക്കുന്നവൻ മാത്രമാണ്. എന്നാൽ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ചേ ജീവിക്കാൻ കഴിയൂ. ഭൂമിയിൽ എല്ലാവരും തുല്യരാണ്. പക്ഷേ മനുഷ്യരാണ് മതങ്ങളും ജാതികളും ഉണ്ടാക്കി വേർതിരിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് ആളുകളുടെ മനസ്സുകളിൽ ഭേദഭാവം വന്നിരിക്കുന്നു. എല്ലാവരും ഒരേ ഭൂമിയിലാണ് ജീവിക്കുന്നത്. എന്നാൽ മതവും ജാതിയും മനുഷ്യരെ പല ഭാഗങ്ങളായി തിരിച്ചു. ഇങ്ങനെ തുടർന്നാൽ ലോകം ഉടൻ തന്നെ പരസ്പര ശത്രുക്കളായി തീരും. നമ്മൾ ദ്വേഷം അല്ല, സ്നേഹം പ്രചരിപ്പിക്കേണ്ടവരാണ്. ഹൃദയങ്ങളിൽ ദ്വേഷം അടിയുറച്ചാൽ അത് ലോകത്തിനൊരു വിഷം പോലെയാകും. അതിനാൽ നമുക്ക് സ്നേഹത്തിൻ്റെ സന്ദേശം പകർന്നുതരാം. രാം നാരായൺ രാം എന്ന ഈ മഹാനാമം ജപിച്ചാൽ മുഴുവൻ ബ്രഹ്മാണ്ടവും മനസ്സിലാക്കാം. ഈ ബീജമന്ത്രത്തിൽ അപാരമായ ശക്തി അടങ്ങിയിരിക്കുന്നു.
അതിൽ സമ്പൂർണ്ണ സൃഷ്ടിയെ ഉൾക്കൊള്ളുന്ന മഹാശക്തിയുണ്ട്. ഇതിനകം നിരവധി ആളുകൾ ഈ മഹാനാമവുമായി ബന്ധപ്പെട്ടു അവരുടെ ജീവിതം മാറ്റി. നിങ്ങൾക്കും ഇതിൽ പങ്കുചേരാം. ഈ പവിത്ര നാമം പ്രചരിപ്പിച്ച് സമൂഹത്തിന് ഒരു പ്രചോദനം നൽകുക. ഫാക്ടോറിയൽ.